നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ചുരിദാറിൻ്റെ പൈജാമാണ്. ഈ പൈജാമ എടുക്കാൻ കാരണം ഈ പൈജാമയുടെ അടിവശത്തെ ഇവിടെ ഒരു പട്ടിയുണ്ട്. അടിവശത്ത് നല്ല കട്ടിയായിട്ട് തയ്ച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പൈജാമ ഉപയോഗിക്കുന്നത് പഞ്ചാബികളാണ് സാധാരണയായി. ഇപ്പോൾ നമ്മൾ കേരളീയരും റെഗുലറായിട്ട് ഈ പൈജാമയും ചുരിദാറ് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഇത് പഞ്ചാബികളുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. നമ്മൾ മലയാളികളുടെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള സാരി അല്ലെന്നുണ്ടെങ്കിൽ മുണ്ടും നേരിയതും എന്ന് പറയുന്നത് പോലെ പഞ്ചാബികളുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് സാൽവാർ കമ്മീസ്. വളരെ പ്രായമായ സ്ത്രീകൾ വരെ സാൽവാർ കമ്മീസാണ് ഉപയോഗിക്കുക. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ സൽവാർ കമ്മീസ് പഞ്ചാബികളുടെ ഡ്രസ്സാണ്. ഈ പഞ്ചാബികളുടെ ഡ്രസ്സിനെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രായമായ സ്ത്രീകൾ വരെ സൽവാർ കമ്മീസാണ് ഉപയോഗിക്കുക. അപ്പോൾ അവരുടെ കമ്മീസ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക. റെഡിമെയ്ഡ് കിട്ടുന്നതല്ല. അവർ തയ്യൽക്കാരെ വെച്ച് തുന്നൽക്കാരെ വെച്ച് തയ്പ്പിച്ച് എടുക്കുകയാണ് ചെയ്യുക. കല്യാണങ്ങൾക്കും സാരിക്ക് പകരം അവർ വിവാഹ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നതും സൽവാർ കമ്മീസ് ആണ്. ഒരിക്കൽ സഹോദരിയുടെ ഫ്ലാറ്റിന് അടുത്തുള്ള ഫ്ലാറ്റിലെ പഞ്ചാബി പെൺകുട്ടിയുടെ കല്യാണം വന്നു. അപ്പോൾ കല്യാണം പ്രമാണിച്ച് ഈ പെൺകുട്ടിക്കുള്ള സൽവാർ കമ്മീസുകൾ തുന്നിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വീട്ടിലിരുന്നാണ് തുന്നിയത്. അപ്പോൾ തയ്യൽക്കാരനെ വീട്ടിൽ വിളിച്ച് ഇരുത്തി തയ്യൽക്കാരൻ അവിടെ ഇരുന്ന് തുന്നുകയായിരുന്നു. അത് ആകാംക്ഷ മൂലം ഞാൻ അവിടെ പോയി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അവിടെ ഞാൻ ശ്രദ്ധിച്ച സംഗതിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കല്യാണ ഡ്രസ്സ് ആയതിനാൽ തന്നെ വളരെയധികം ഭംഗിയുള്ള തുണികളായിരുന്നു. എല്ലാം തന്നെ നല്ല സിൽക്ക് തുണികൾ. ഈ സിൽക്ക് തുണികൾ വെച്ചിട്ടാണ് ഈ സൽവാർ കമ്മീസ് തയ്ക്കുക. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സൽവാർ കമ്മീസുകളാണ് തയ്ക്കുന്നത്. കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ഈ തുന്നൽക്കാരൻ്റെ ഒരു മിടുക്കാണ്. അയാളുടെ ഒരു എക്സ്പീരിയൻസ്, ഇത് തുന്നി എടുക്കുവാനുള്ള എക്സ്പീരിയൻസ്. എത്ര പെട്ടെന്നാണ് അയാൾ ഈ സൽവാർ കമ്മീസുകൾ തുന്നി എടുത്തത്. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതാണ് ഈ പൈജാമയുടെ ഇവിടുത്തെ ഈ പട്ടി. ഈ പട്ടി പൈജാമയ്ക്ക് സൽവാർ കമ്മീസിൻ്റെ പൈജാമയ്ക്ക് ഈ പട്ടിക്ക് കുറച്ചുകൂടെ വീതിയുണ്ട്. ഒരു ഏകദേശം ഇത്രയധികം വീതി വരും. ഇത്രയും വീതിയിൽ ഉള്ളതാണ് ഈ സൽവാർ കമ്മീസിൻ്റെ പട്ടി. ഇത് ചുരിദാറിൻ്റെ വീട്ടിൽ ഇടുന്നതുകൊണ്ട് ചെറുതായിട്ട് തയ്ച്ചിരിക്കുന്നതാണ്. അപ്പം അതിനൊക്കെ ഒരു ഇത്രയും വീതം വീതിയിലാണ് ഇതിൻ്റെ സൽവാറിൻ്റെ പട്ടി വരുന്നത്. അപ്പോൾ ഈ പട്ടി തയ്ക്കുകയായിരുന്നു അയാൾ. എല്ലാം നല്ല സിൽക്കിൻ്റെ തുണിയാണ്. ഇതിന് നല്ല കനം വരുവാൻ വേണ്ടി ഇതിന് ഉള്ളിലെ ഒരു നല്ല കനമുള്ള ഒരു തുണി സാധനം വെക്കാറുണ്ട്. അത് ഷർട്ടിൻ്റെയൊക്കെ കോളറിന് ഉള്ളിൽ വെക്കുന്ന പോലെ ഒരു കട്ടിയുള്ള ഒരു ബെസ്ബോർഡ് പോലെയുള്ള ഒരു സംഗതിയുണ്ട്. അത് ഇതിനുള്ളിൽ പിടിപ്പിച്ചിട്ടാണ് ഇത് കട്ടിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇയാൾ ഇത് തയ്ക്കുന്നത് അയാൾ ഇതിനകത്ത് തയ്ച്ചിരിക്കുന്ന പോലെ വെറുതെ ഉള്ള തയ്യലല്ല അവിടെ തയ്ച്ചിരിക്കുന്നത്. അത് ഇവിടെ നമ്മൾ തയ്യൽ മെഷീൻ വെച്ചിട്ട് വെറുതെ